മലയാളികൾക്ക് എന്നും പ്രിയപ്പെട്ട സീരിയലുകൾ സമ്മാനിക്കുന്ന ചാനൽ തന്നെയാണ് ഏഷ്യാനെറ്റ്. ഏഷ്യാനെറ്റിൽ ഇന്ന് വളരെ പ്രശസ്തമായി അല്ലെങ്കിൽ വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്ന ഒരു സീരിയലാണ് മഴ തോരും മുൻപേ. മഴ തോരും മുൻപേയിലെ അലീന എന്ന കഥാപാത്രത്തെ നമ്മളെല്ലാവരും തന്നെ ഒരുപോലെ ഇഷ്ടപ്പെടുന്നുണ്ട്. മഞ്ഞുരുക്കും കാലത്തിലെ ജാനിക്കുട്ടിയാണ് ഈ മഴ തോരും മുന്നേയിലെ അലീന. ഓമനത്തിങ്കൾ പക്ഷി എന്ന സീരിയലിലെ അന്നമോൾ എന്ന കഥാപാത്രത്തിലൂടെയായിരുന്നു ബാലതാരമായി നിഖിതയുടെ അഭിനയത്തിലേക്കുള്ള കടന്നുവരവ്. പിന്നീട് നിരവധി കഥാപാത്രങ്ങളുമായി നിഖിത എന്ന കുഞ്ഞു താരം മിനി സ്ക്രീനിൽ നിറഞ്ഞു. അങ്ങനെ പ്രേക്ഷക പ്രീതി നേടുവാനും അധിക സമയമൊന്നും വേണ്ടി വന്നില്ല. എന്നാൽ പിന്നീട് നിഖിത പ്രേക്ഷകർക്കിടയിൽ കൂടുതലായി സജീവമായത് മഴവിൽ മനോരമയിലെ മഞ്ഞൊരുക്കും കാലത്തിലെ ജാനിക്കുട്ടിയായിട്ടാണ്. ജാനിക്കുട്ടിയായി മലയാളക്കരയിൽ തിളങ്ങി നിൽക്കുന്ന സമയത്താണ് ഈ 10ാം ക്ലാസ്സുകാരിക്ക് പഠനത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടി വന്നതും അപ്പോൾ അഭിനയത്തിൽ നിന്നും വിട്ടുനിന്നതും. എന്നാൽ പിന്നീട് അന്യഭാഷയിലെല്ലാം തിരക്കേറുന്ന നിഖിതയാണ് നമ്മൾ കണ്ടത്. 10ാം ക്ലാസ്സിൽ ഫലം വന്നപ്പോൾ ഉയർന്ന മാർക്കോടെ തന്നെയായിരുന്നു നിഖിതയുടെ വിജയവും. ഇപ്പോൾ താരത്തിന് 25 വയസ്സാണ് പ്രായം. ഡിഗ്രിയാണ് താരത്തിൻ്റെ വിദ്യാഭ്യാസ യോഗ്യത. എപ്പോഴും തിരക്കിലായിരിക്കുമ്പോൾ പോലും താരം എപ്പോഴും തൻ്റെ പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്നു. 20 വയസ്സുള്ളപ്പോൾ പോലും 30 വയസ്സിൻ്റെ പക്വതയുള്ള പെൺകുട്ടിയായിരുന്നു നിഖിത. താരത്തിൻ്റെ കുടുംബത്തെക്കുറിച്ച് ഇപ്പോഴും പലർക്കും അറിയില്ല. എന്നാൽ താരത്തെക്കാൾ പ്രശസ്തനാണ് നിഖിതയുടെ അച്ഛൻ. അതെ, നിഖിതയുടെ അച്ഛൻ ഒരു സംവിധായകനാണ്. രാജേഷ് എന്നാണ് പേര്. വളരെ ചെറുപ്പത്തിൽ തന്നെ ഈ ഫീൽഡുമായിട്ട് നിഖിതയ്ക്ക് ബന്ധമുണ്ടായിരുന്നു. ആദ്യ സീരിയൽ ചെയ്തപ്പോൾ പുതിയതായി ക്യാമറയ്ക്ക് മുന്നിൽ വരുന്ന ഒരു പരിഭ്രമമുണ്ടല്ലോ, അതൊന്നും നിഖിതയ്ക്ക് ഉണ്ടായിരുന്നില്ല എന്നാണ് താരം പറയുന്നത്. കാരണം തൻ്റെ വീട്ടിൽ തന്നെ തൻ്റെ അച്ഛൻ ഈ ക്യാമറയെല്ലാം ഉപയോഗിച്ച് നല്ല പരിചയമുള്ള ആൾ തന്നെയായിരുന്നു. അച്ഛനെ പോലെ തന്നെ അമ്മയും വലിയ ഉദ്യോഗസ്ഥ തന്നെയാണ്. ഫോറൻസിക്കിലാണ് നിഖിതയുടെ അമ്മ ജോലി ചെയ്യുന്നത് എന്നാണ് വിവരങ്ങൾ വരുന്നത്. എന്തായാലും താരത്തിൻ്റെ വിവാഹത്തെക്കുറിച്ചുള്ള ചർച്ചകളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നിറയുന്നത്. 25 വയസ്സ് കഴിഞ്ഞ താരം ഇപ്പോൾ വിവാഹിതയാകാൻ ഒരുങ്ങുന്നു എന്നാണ് ചില റൂമറുകൾ എത്തുന്നത്. ആരാണ് നിഖിതയുടെ വരനെന്നും അന്യഭാഷാ താരമാണോ ആളെന്നും പലരും ചോദിക്കുന്നുണ്ട്. അങ്ങ് പറഞ്ഞോ അല്ല സിമ്പിള്. ഇപ്പൊ എനിക്ക് ഒരിക്കലും ഒരു ക്ലാസ് പഠിക്കുന്നതിനെ പറ്റി ചിന്തിക്കാൻ പറ്റില്ല. ഇതിപ്പോ സ്ക്രിപ്റ്റ് ഒക്കെ പഠിക്കാൻ അത് ആ, നോക്കാനും ഇതൊക്കെ ഇഷ്ടമാണ്. ആ. അല്ലാണ്ട് ഒരു കോഴ്സ് ഇപ്പൊ ചെയ്യുന്നതിനെ പറ്റി, ഇപ്പൊ CA കംപ്ലീറ്റ് ചെയ്യുന്നതിനെ പറ്റി ഒന്ന് ചിന്തിക്കാൻ എനിക്ക് ചിന്തിക്കാൻ വേണ്ടി. പക്ഷെ ഇപ്പൊ വെച്ചേക്കുന്ന ഇന്റർവ്യൂ വെച്ച് ജോബ് ഒക്കെ കിട്ടത്തില്ലേ? ലൈക്ക് ചിന്തിക്കാം. ഇല്ലേ IPCC കംപ്ലീറ്റ് പാസ്സായ എന്തിനും ജോബ് കിട്ടുമായിരിക്കും, ജോബ് തീർച്ചയായിട്ടും. കിട്ടായിരിക്കും. കാരണം എനിക്ക് തോന്നുന്നു BCom-നേക്കാളും മുകളിലാണ് അത് നിൽക്കുന്നത്. അതെ അതെ അതെ. അപ്പൊ ഒരു ചെറിയൊരു റാപ്പിഡ് ഫയറിലേക്ക് കൊണ്ടുപോവാണ്. ഞാൻ ആദ്യമായിട്ട് കഴിച്ചുകൊണ്ടൊക്കെ റാപ്പിഡ് ഫയർ ചെയ്യുന്നത്. ഓക്കെ, സീരിയലിൽ അഭിനയിച്ചു തുടങ്ങിയ ശേഷം വന്ന ഏറ്റവും വിയേർഡ് ആയ ഒരു പ്രപ്പോസൽ. പ്രപ്പോസൽ ആസിൻ ഫാൻ അല്ലെങ്കിൽ എവിടെ നിന്നെങ്കിലും കിട്ടിയ പ്രപ്പോസൽ. ആക്ടിങ് സെൻസ് അല്ല കേട്ടോ, റിയൽ ആയിട്ട് സീരിയൽ അഭിനയിച്ച് കുറച്ച് ഫേസ് ഒക്കെ രജിസ്റ്റർ ആയിട്ട് വന്നപ്പോ ഒരു വിയേർഡ് പ്രപ്പോസൽ വല്ല അങ്ങനെ കിട്ടിയിട്ടുണ്ട്. വിയേർഡ് ആയിട്ട് എനിക്ക് ഇതുവരെ അങ്ങനെ ഒരു വിയേർഡ് എന്നുള്ള വാക്ക് എടുത്ത് പറയാൻ പാകത്തിന് അങ്ങനെ ഒരു ആ ഇൻസ്റ്റൻസ് എനിക്ക് വന്നിട്ടില്ല. ഇല്ല, ഇങ്ങനെ കുറെ പേർക്ക് അങ്ങനെയൊക്കെ ഇങ്ങനെയും പ്രപ്പോസ് ചെയ്യാമോ അങ്ങനെയൊക്കെ അങ്ങനെ തോന്നിപ്പിച്ച അതൊന്നും ഇല്ല. ഇല്ല, ഇല്ല, സീരിയൽ തുടങ്ങിയിട്ട് വന്നിട്ടില്ല. തന്നിട്ടില്ല. ബ്ലഡ് ഇല്ല ആരെങ്കിലും എഴുതി തന്നിട്ടൊന്നുമില്ല. ഇല്ല, അങ്ങനെയൊന്നും ഫേസ് ചെയ്യണ്ട. ഇല്ല, നല്ല മെമ്മറബിൾ ആയിട്ടുള്ള പ്രപ്പോസൽ കിട്ടിയിട്ടുണ്ടോ? അങ്ങനെ നമ്മൾ ഇപ്പൊ ആൾക്കാരെ തെറ്റിദ്ധാരണയാണ്, കുറെ പേര് പ്രപ്പോസ് ചെയ്യും അങ്ങനെയൊക്കെ. അങ്ങനൊന്നും ആരും ഇല്ലെന്നേ. മെസ്സേജ് ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റേജൊക്കെ തന്നെ അയക്കും, അല്ലാണ്ട് ചുമ്മാ ഈ പ്രപ്പോസൽ എന്നൊക്കെ ഇപ്പൊ എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യം. അതിപ്പോ ആരും ഇപ്പൊ പലരും പറഞ്ഞു കാണില്ല. അപ്പൊ അവരെല്ലാരും ചെറുതായിട്ടുണ്ട് അല്ലെ അങ്ങനെയൊക്കെ പറയും. പക്ഷെ ഞാൻ ഉള്ള കാര്യം ഉള്ള പോലെ ഇപ്പൊ ഇവിടെ പറയാം, അങ്ങനെ വലിയ പ്രപ്പോസൽ ഒന്നും ആർക്കും വരാറില്ല. കേട്ടല്ലോ, അങ്ങനെ ഇവർക്ക് ആർക്കും ഒരു ആരും അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ അത് ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള ഉത്തരം തന്നായിരിക്കും. അതെ. അല്ല, ഈ അയച്ചാലും നിങ്ങൾക്ക് മെസ്സേജ് എല്ലാം ഫില്ലായി കിടക്കില്ലേ? കാണാൻ പറ്റുമോ റിക്വസ്റ്റ് വന്ന് കിടക്കും? കാണാനൊക്കെ പറ്റും. ഞാൻ പറഞ്ഞ മെസ്സേജസ് വരുന്നില്ല എന്നല്ല, എന്ന് വെച്ചാൽ ഇങ്ങനെ ഒരാള്, കാരണം ഇപ്പൊ എല്ലാരും ബോധമുള്ള പിള്ളേരാ. ആരും വന്നിട്ട് നമ്മളെ അറിയാത്ത ഒരാളെ വന്നിട്ട് പ്രപ്പോസ് ചെയ്യാൻ മാത്രം ബോധമില്ലാത്തവര് എനിക്ക് തോന്നുന്നു ഇപ്പൊ വളരെ 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 കുറവാണ്. ഈ ചോദ്യം ചോദിച്ചാൽ എനിക്ക് പോകുന്നില്ല. മതി, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അത് വരും. ഈശ്വര, എനിക്ക് റിയൽ ലൈഫ് അലീനയെ പോലെ ഒരു പെൺകുട്ടിയെ തന്നെ കിട്ടണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ടോ? ഇല്ല, അലീന ഭയങ്കര എനിക്ക് കുറച്ചും കൂടി, ഞാൻ പറഞ്ഞില്ലേ, കുറച്ച് അഡ്വഞ്ചർ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പാകത്തിന് കുറച്ചുകൂടി എക്സെൻട്രിക് ആയിട്ട് ഒരാള്, നമ്മളെ എന്നെ തന്നെ എക്സൈറ്റ് ചെയ്യിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ പറയുക, ചെയ്യുക, അങ്ങനെയൊക്കെയാണ്. അലീന ഈസ് ടു പാവം. പാവത്തിനെ കിട്ടിയിട്ട് നല്ലതായിരിക്കും കേട്ടോ. ഇപ്പൊ എല്ലാരും പറയും നമുക്ക് അങ്ങനെ ഒരാളെ കിട്ടുന്ന ബ്ലെസ്സിങ് എന്ന് പറയും. പക്ഷെ
നമുക്ക് ആ ഒരു പാവം മാത്രം പോരല്ലോ, ഒരു എക്സൈറ്റ്മെന്റ് ഒക്കെ വേണ്ട നമുക്ക് ഒരാളുടെ കൂടെ നമ്മൾ ടൈം സ്പെൻഡ് ചെയ്യുമ്പോ. ആ ഒരു പ്ലസ് കുറച്ച് പൊട്ടത്തരം മണ്ടത്തരം പ്ലസ് എല്ലാം വേണം, എല്ലാം മിക്സ്, എല്ലാം വേണം എന്ന് പറഞ്ഞാൽ കിട്ടില്ല. പക്ഷെ ദേഷ്യം വേണോ? മനുഷ്യരല്ലേ പിള്ളേ, ദേഷ്യമൊക്കെ എല്ലാവർക്കും ഉണ്ടാവും. ദേഷ്യം വേണ്ടെന്ന് പറഞ്ഞാൽ അത് മോശമായി പോകും. മനുഷ്യനാണ്, എല്ലാവർക്കും ദേഷ്യം, എല്ലാവർക്കും അവരുടേതായ ഇമോഷൻസ് ഉണ്ടാവും. പക്ഷെ ഞാൻ പറഞ്ഞ ഏത് ഇമോഷൻ ഏറ്റവും മുന്നിൽ നിൽക്കുന്നത്? ഞാൻ തന്നെ എങ്ങനെ പറയാ, ഞാൻ ചോദിക്കാൻ പറ്റില്ലല്ലോ. ദേഷ്യമാണ് ഏറ്റവും കൂടുതൽ? ഞാൻ അങ്ങനെ ദേഷ്യപ്പെടുന്ന ഒരാളൊന്നുമല്ല. വെരി ചിൽ. വെരി ചില്ലായിട്ടുള്ള പേഴ്സൺ ആണ്. ഓക്കെ. ഇമോഷണലി എങ്ങനെയാ? പെട്ടെന്ന് സങ്കടമൊക്കെ വരുമോ? ഇല്ല, പെട്ടെന്ന് സങ്കടമൊന്നും വരില്ല. ഇപ്പൊ ഞാൻ പറഞ്ഞില്ല, ഇപ്പൊ ഈ ലാസ്റ്റ് സങ്കടം വന്ന വാഴ കണ്ടപ്പോഴത്തേക്ക് ആ പെർട്ടിക്കുലർ സീൻ ദേവരാജ് എന്ന് പറഞ്ഞ ആക്ടർ ചെയ്ത ആ സീൻ കണ്ടപ്പോ എനിക്ക് എല്ലാ സീനും അടിപൊളിയായിരുന്നു, ബാക്കി എല്ലാത്തിലും ഇമോഷൻ വന്നു. പക്ഷെ ഈ സീൻ എനിക്ക് ഒരു പടി കൂടുതൽ ഇങ്ങനെ ഉള്ളിന്ന് ഒരു സാധനം ഇങ്ങനെ ഒരു സാധനം നമുക്ക് തോന്നിയൊരു സാധനം, അത് അടിപൊളിയാണ്. ബ്രദർ ആയിട്ടുള്ള ബോണ്ടിങ് എങ്ങനെയാ? അടിപൊളിയാണ്. ബെസ്റ്റ് ഫ്രണ്ട് ആണ്. ബെസ്റ്റ് ഫ്രണ്ട് ആണ്. എല്ലാ ബ്രദറിനും എല്ലാം യങ്ങറാണോ എൽഡറാണോ? യങ്ങറാണ്. ഓക്കെ. മൂത്ത ചേട്ടൻ മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ പുള്ളി. അത്ര വലിയ ബ്രദർ. ഓക്കെ. എന്നാലും ഇപ്പോൾ എങ്ങനെയാ എല്ലാ കാര്യങ്ങളും വന്ന് പറയും, സീക്രട്സ് ഒക്കെ നിങ്ങളൊക്കെ ഷെയർ ചെയ്യോ? എവറിത്തിങ്, ഇൻ ആൻഡ് ഔട്ട്, എവറിത്തിങ്, എല്ലാം. ഓക്കെ. അപ്പം സാറിന് നമസ്കാരം. ഓക്കെ. ഇന്ന് ഡ്യൂട്ടി ഉണ്ടോ? ഇലക്ഷൻ ഡ്യൂട്ടി ഉണ്ടോ? ഇലക്ഷൻ ഡ്യൂട്ടി ഇല്ല ഇപ്രാവശ്യം ഇല്ല. ഓക്കെ. സിംഗിൾ ആയതുകൊണ്ട് മാത്രമാണ് സീരിയലിൽ ഇന്റിമേറ്റ് സീൻ ചെയ്തത് എന്ന് പറഞ്ഞു പോയതിൽ റിഗ്രറ്റ് ഉണ്ട്? യെസ് ഓർ നോ? അതൊരു ഇന്റർവ്യൂ പറഞ്ഞു ഞാൻ കേട്ടു. പറഞ്ഞു പോയതിൽ റിഗ്രറ്റ് ഒന്നും ഇല്ല. സിംഗിൾ ആയതുകൊണ്ടാണ് മേ ബി ഞാൻ കമ്മിറ്റഡ് ആണെങ്കിൽ ചെയ്യത്തില്ല. സീരിയലിൽ മേ ബി ഞാൻ ഒന്നോടൊന്ന്, കാരണം നമ്മുടെ ഒരാളായിട്ട് നമ്മളൊരു കമ്മിറ്റഡ് റിലേഷൻഷിപ്പിലാണെങ്കിൽ അവരുടെ ഇത് നമ്മൾ എന്ന് വെച്ചാൽ അവര് പറഞ്ഞ പോലെ കേൾക്കണമെന്നല്ല, പക്ഷെ അവരുടെ ഇതും നമ്മൾ